ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ ആടിയുലച്ചത് അമ്മയെയാണ്. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഇന്നലെ രാജിവെച്ചു. പ്രസിഡന്റ് മോഹൻലാൽ രാജ്യഭീഷണിയിലാണ്. സിദ്ദിഖിന് പകരം പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ തെരഞ്ഞെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. നാളെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട്. ഇതോടെ കാര്യങ്ങളിൽ വ്യക്തത വരും. നിലവിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റായ ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കാനാണ് നീക്കം. എന്നാൽ ജഗദീഷ് ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. കുക്കു പരമേശ്വരനെയും ഉണ്ണി ശിവപാലിനെയും തോൽപ്പിച്ചാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെ തെരഞ്ഞെടുത്തത്. പുതിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുണ്ടായാൽ കടുത്ത മത്സരം നടക്കും. ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനാണ് താൽക്കാലിക ചുമതല. ഈ സാഹചര്യത്തിൽ മോഹൻലാലിൻ്റെ നിലപാട് നിർണായകമാണ്. പൊതുസമൂഹത്തിന് താൽപ്പര്യമുള്ള വ്യക്തിയെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആക്കാൻ ലാലും തയ്യാറായേക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ രംഗത്ത് കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. സർക്കാർ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതോടെ പൂർണ്ണമായും നിയമവഴിയിൽ നീങ്ങാനാണ് അമ്മയുടെ തീരുമാനം. സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കി ഇന്ന് സിദ്ദിഖ് ഊട്ടിയിൽ നിന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. സിദ്ദിഖ് അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. അമ്മയുടെ ബയലോ അനുസരിച്ച് 11 അംഗ എക്സിക്യൂട്ടീവിൽ അതിൽ നിന്ന് ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാം. സുരേഷ് കൃഷ്ണ, ജോയി മാത്യു, ടോവിനോ തോമസ്, ഷോജോൺ, ടിനി ടോം, വിനു മോഹൻ, ജോമോൾ, അനന്യ, അൻസിബ, സരയു എന്നിവരാണ് എക്സിക്യൂട്ടീവിലുള്ളത്. സംഘടനയിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള സ്ഥാനമാണ് ജനറൽ സെക്രട്ടറിയുടേത്. മുതിർന്ന അംഗമായ സിദ്ദിഖ് മാറുമ്പോൾ മറ്റൊരു മുതിർന്ന അംഗത്തെ തന്നെ കൊണ്ടുവരാനാണ് ശ്രമം. ഈ സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റായിരിക്കുന്ന ജഗദീഷിൻ്റെ പേര് ഉയർന്നു വരുന്നത്. ജഗദീഷ് സെക്രട്ടറി ആവുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റായി പുതിയ ഒരാളെ കണ്ടെത്തേണ്ടി വരും.